പുരാതന കാലത്ത് നായർ ബെല്ലാള രാജാക്കന്മാരുടെ കീഴിലായിരുന്നു കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം. മംഗലാപുരത്തു നിന്നും കേവലം 21 കിലോമീറ്റർ മാത്രം അകലെയായി സ്ഥിതി ചെയ്യുന്ന കടലോര ഗ്രാമമായ മഞ്ചേശ്വരത്തിൻ്റെ മാറ്റങ്ങളെ നേരിൽ കാണാം. മംഗലാപുരത്തിന് സമീപമുള്ള മഞ്ചേശ്വരം കേരളത്തിൻ്റെയും കർണാടകത്തിൻ്റെയും വ്യത്യസ്ത സംസ്കാരങ്ങളുടെ സംഗമഭൂമിയാണ്. പുരാതന കാലത്തിൻ്റെ സംസ്കൃതി നിറയുന്ന മഞ്ചേശ്വരം കാലത്തിൻ്റെ മാറ്റങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ വികസന വിപ്ലവത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും വിദ്യാഭ്യാസ മേഖലയുടെ ഉന്നമനത്തിനായും പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നതോടൊപ്പം അടിസ്ഥാന വികസന രംഗത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് മണ്ഡലം മാതൃക കാട്ടുന്നത്. കേരളത്തിൻ്റെ അത്യുത്തര ഭാഗം ഭാഷകളുടെയും കലകളുടെയും സംസ്കാരങ്ങളുടെയും സംഗമ ഭൂമി എന്ന് വിശേഷിപ്പിക്കുന്ന കേരളത്തിൻ്റെയും കർണാടകത്തിൻ്റെയും അതിർത്തി പങ്കിടുന്ന ഒരു മണ്ഡലമാണ് മഞ്ചേശ്വരം. എൻ്റെ മണ്ഡലത്തിന് എല്ലാ കാലത്തും കേരളത്തെപ്പോലെ, തെക്കൻ കേരളത്തെപ്പോലെ, മധ്യ കേരളത്തെപ്പോലെ വികസനം പ്രാപിച്ചിട്ടില്ല എന്നൊരു പരാതി എപ്പോഴും എന്നും നിലനിൽക്കുന്നുണ്ട്. ആ പരാതിക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞത് കേരളത്തിൻ്റെ സ്വന്തം വിഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടിയുള്ള ഒരാശയമായിരുന്നു 2016 സർക്കാർ കൊണ്ടുവന്ന കിഫ്ബി പദ്ധതി. മഞ്ചേശ്വരത്തിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ വളരെ വേഗതയിൽ മഞ്ചേശ്വരത്തിൻ്റെ ഡെവലപ്മെൻറ്റ്സിന് ആക്കം കൂട്ടാൻ കഴിഞ്ഞത് 2016 കേരളത്തിന് സമർപ്പിക്കപ്പെട്ട കിഫ്ബി പദ്ധതിയിലൂടെയാണ് എന്ന് നമുക്കൊക്കെ നന്നായിട്ടറിയാം. കാസർഗോഡിനെ കർണാടകയുമായി ബന്ധിപ്പിക്കുന്ന മലയോര ഹൈവേക്കായി 2 റോഡുകൾ നിർമ്മിക്കുന്നതാണ് ശ്രദ്ധേയമായ പദ്ധതി. ആദ്യ റോഡിന് 86.54 കോടി രൂപയും രണ്ടാമത്തെ റോഡിന് 54.75 കോടി രൂപയും അനുവദിച്ചു. ബദിയടുക്ക പെർള റോഡ് 39.52 കോടി രൂപ ചെലവഴിച്ചാണ് നവീകരിച്ചത്. അന്തർ സംസ്ഥാന യാത്രക്കാർക്കും വ്യാപാരികൾക്കും ഏറെ പ്രയോജനകരമായ റോഡ് മഞ്ചേശ്വരത്തിന്റെ വികസനത്തിന് മാറ്റുകൂട്ടുകയാണ്. $30 കോടിയിലേറെ രൂപ വിനിയോഗിച്ച് സീതാങ്കോളി ഉപ്പള റോഡ് നിർമ്മാണവും ആരംഭിച്ചു കഴിഞ്ഞു. ഉപ്പള കുമ്പള മേഖലകളിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാകുമെന്ന ലക്ഷ്യത്തോടെ ലിങ്ക് റോഡുകളും പാലങ്ങളും നിർമ്മിക്കുവാനുള്ള പദ്ധതിയും വിഭാവനം ചെയ്തിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ മേഖലയുടെ ഉന്നമനത്തിനായി വിവിധ വിദ്യാലയങ്ങൾക്ക് 20 കോടിയോളം രൂപയാണ് അനുവദിച്ചത്. മഞ്ചേശ്വരത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ അടിസ്ഥാന സൗകര്യത്തിൻ്റെ വലിയ പ്രയാസം അനുഭവിക്കുന്ന അതിർത്തിയിലൊരു മണ്ഡലമാണ്. എല്ലാ വിദ്യാലയങ്ങളിലേക്കും കൃത്യമായ അതിൻ്റെ ഒരു ക്രൈറ്റീരിയ അനുസരിച്ച് 1 കോടി, 3 കോടി, 5 കോടി വീതം എല്ലാ വിദ്യാലയങ്ങളിലേക്കും ലഭിച്ചപ്പോൾ വലിയ രീതിയിൽ കിഫ്ബിയുടെ ധനസഹായത്തോടു കൂടി മഞ്ചേശ്വരത്തിൻ്റെ വിദ്യാലയങ്ങൾ ഹൈടെക്കിലേക്ക് പോകാൻ കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ബദിയടുക്കയിൽ പെൺകുട്ടികൾക്കായി പ്രീ മെട്രിക് ഹോസ്റ്റൽ നിർമ്മിച്ചതും പ്രധാന പദ്ധതികളിലൊന്നായി മാറി. 4.7 കോടി രൂപയാണ് നിർമ്മാണ ചെലവിനായി വകയിരുത്തിയത്. നിയമ പഠന കേന്ദ്രത്തിനായി 14 കോടി രൂപ അനുവദിച്ചു. വിദ്യാഭ്യാസ മേഖലയിൽ മഞ്ചേശ്വരം മംഗലാപുരത്തെയും മറ്റുള്ള ആളുകളെയും ആശ്രയിക്കുന്ന കേരളത്തിൻ്റെ അതിർത്തിയാണ്. കേരള അസംബ്ലിയിൽ എൻ്റെ ആദ്യത്തെ സബ്മിഷൻ മഞ്ചേശ്വരത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഏതെങ്കിലും രീതിയിലുള്ള വികസനം ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു സബ്മിഷനാണ് അവതരിപ്പിക്കപ്പെട്ടത്. അതിലെനിക്ക് ലഭിച്ച കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ ഏറ്റവും മികച്ച ഒരു ലീഗൽ സ്റ്റഡി സെൻറ്റർ, നിയമ പഠന കേന്ദ്രം മഞ്ചേശ്വരത്തിന് ലഭിച്ചു. തീർച്ചയായും ആ പദ്ധതി ലഭിച്ചപ്പോൾ ആദ്യം LLM തുടങ്ങി, 3S LLB തുടങ്ങിയപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം കേരളത്തിൻ്റെ 14 ജില്ലകളിലെ കുട്ടികൾ മഞ്ചേശ്വരത്തേക്ക് വന്ന നിയമമേഖലയിൽ പഠനം നടത്തുമ്പോൾ അടിസ്ഥാന സൗകര്യത്തെക്കുറിച്ചുള്ള വലിയ ടെൻഷനായിരുന്നു.
ഞാൻ MLA ആയതിനു ശേഷം ഈ കഴിഞ്ഞ 2022 നമുക്ക് ആ ക്യാമ്പസിനകത്തേക്ക് ഏറ്റവും മികച്ച 130ഓളം പെൺകുട്ടികൾക്ക് മികച്ച ഹൈടെക് സൗകര്യത്തോടു കൂടിയുള്ള ഒരു ഹോസ്റ്റൽ 14 കോടിയുടെ ലഭിച്ചു എന്നുള്ളത് ആ ലീഗൽ സ്റ്റഡി സെന്ററിന്റെ മികച്ച മുന്നേറ്റത്തിന് ഗുണകരമായ കിഫ്ബിയുടെ ഒരു പദ്ധതിയാണ്. ഞാൻ MLA ആയതിനു ശേഷം എൻ്റെ മണ്ഡലത്തിലേക്ക് ലഭിച്ചത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ആരോഗ്യ മേഖലയിലും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ കാഴ്ചവെച്ചത്. അനേകർ ആശ്രയിക്കുന്ന മംഗൽപാടി താലൂക്ക് ആശുപത്രിയിൽ 14 കോടി രൂപ വിനിയോഗിച്ചുകൊണ്ട് ആധുനിക സംവിധാനങ്ങൾ സജ്ജമാക്കിയത് ഇതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ്. മണ്ഡലത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുവാനുള്ള പദ്ധതികൾക്കും രൂപം നൽകി നടപ്പാക്കി. നമ്മളെ സംബന്ധിച്ചിടത്തോളം 2016 കേരളം എല്ലാ കാലത്തും ഇന്ത്യക്ക് വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും മികച്ച മുന്നേറ്റം നടത്തിയ ഒരു സ്റ്റേറ്റാണ്. ശുചിത്വ രംഗത്ത്, ആരോഗ്യ രംഗത്ത് IT വന്നപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി IT സ്റ്റേറ്റായി പ്രഖ്യാപിച്ച ഒരു സ്റ്റേറ്റാണ്. ഇപ്പോഴും നമ്മുടെ സംസ്ഥാനത്ത് സാമ്പത്തികമായി വലിയ രീതിയിൽ നമ്മൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുവെങ്കിലും ആ പ്രയാസത്തിന് പല രീതിയിലുള്ള അവഗണനകൾ നമ്മൾ അനുഭവിക്കുമ്പോഴും നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ കിഫ്ബിയിലൂടെ നമുക്ക് എല്ലാ മണ്ഡലങ്ങളിലും രാഷ്ട്രീയപരമായി നമുക്ക് പല രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോഴും കിഫ്ബി പല മണ്ഡലങ്ങളുടെയും കാലങ്ങളായുള്ള ആവശ്യങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കിഫ്ബിയുടെ വലിയ ഒരു നേട്ടമായി കരുതുകയാണ്. തീർച്ചയായും മികച്ച ഒരുപാട് പദ്ധതികൾ ചെറുതും വലുതുമായി എൻ്റെ മണ്ഡലത്തിലേക്ക് ലഭിച്ചിട്ടുണ്ട്. മണ്ഡലത്തിൽ അനുഭവപ്പെടുന്ന ശുദ്ധജലക്ഷാമം പരിഹരിക്കാൻ ജൽ ജീവൻ മിഷനുമായി ചേർന്ന് ബൃഹത്തായ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ഇതിന് ഭരണാനുമതി ലഭ്യമാവുകയും ചെയ്തതും നേട്ടങ്ങളുടെ പട്ടികയിൽ ഇടം പിടിക്കുകയാണ്. മഞ്ചേശ്വരത്തിന് വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, റെയിൽവേ ഓർബിറ്റുകളുടെ കാര്യത്തിൽ, ഹിൽ ഹൈവേയുടെ കാര്യത്തിലൊക്കെ മികച്ച പദ്ധതികൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് നന്ദിയോടുകൂടി ഈ സന്ദർഭത്തിൽ എടുത്തു പറയുകയാണ്. നിരവധിയായ പദ്ധതി നടത്തിപ്പിലൂടെ അയൽ സംസ്ഥാനമായ കർണാടകയ്ക്ക് പോലും അസൂയ ജനിപ്പിച്ചുകൊണ്ടാണ് മഞ്ചേശ്വരം മുന്നേറുന്നത്. വികസനത്തിൻ്റെ പുതിയ വിഹായസുകൾ തേടി. കലയും സംസ്കാരവും ഒത്തുചേരുന്ന മണ്ണായ കണ്ണൂരിൻ്റെ മണ്ണിലൂടെയാണ് ഒരുമിച്ച് മുന്നേറിയ പതിറ്റാണ്ട് ഇനി കടന്നുപോകുന്നത്. വടക്കൻ മലബാറിൻ്റെ തനത് കലാരൂപമായ തെയ്യം സാംസ്കാരിക മുഖമുദ്രയായ കണ്ണൂർ വികസന കുതിപ്പിലാണ്. കാണാം കണ്ണൂർ മണ്ഡലത്തിൻ്റെ വികസന വിശേഷങ്ങൾ. ജില്ലയുടെ ഭരണകേന്ദ്രവും പ്രധാന നഗരവുമായ കണ്ണൂരിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് മുൻതൂക്കം നൽകിയുള്ള പദ്ധതികളാണ് മന്ത്രി കൂടിയായ രാമചന്ദ്രൻ കടന്നപ്പള്ളി MLA ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നത്. കേരളത്തിൻ്റെ സാമ്പത്തിക സാമൂഹ്യ പുരോഗതിയുടെ ഹൃദയതാളമാണ് കിഫ്ബി. സാധാരണക്കാർ തൊട്ട് ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ വരെ കിഫ്ബി അത് ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന കാലഘട്ടം. ആരംഭകാലത്ത് ഒരുപാട് അഭിപ്രായങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കിഫ്ബി മുഖേന പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്ന ബഹുമുഖമായ പദ്ധതികൾ, ഓരോ സംരംഭങ്ങൾ, അതെല്ലാം തന്നെ വാസ്തവത്തിൽ അനിവാര്യമാണ് എന്ന് എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുക.
വിദ്യാഭ്യാസ മേഖലയിൽ മാത്രം 20 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ കണ്ണൂർ മണ്ഡലത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. കണ്ണൂർ കോർപ്പറേഷന് 25 കോടി രൂപയും ആശുപത്രി വികസനത്തിന് 75 കോടി രൂപയും എടയാവൂർ ഫ്ലൈ ഓവർ, സൗത്ത് ബസാർ ഫ്ലൈ ഓവർ, നേരെ ചൊവ്വ ജംഗ്ഷനിൽ ഫ്ലൈ ഓവർ, സ്പിന്നിംഗ് റോഡ് തുടങ്ങിയവയുടെ പ്രവർത്തനങ്ങൾക്കായി മൊത്തം 500 കോടി രൂപയുടെ പദ്ധതികളാണ് നടത്തുന്നത്. കണ്ണൂർ ജില്ലാ ആശുപത്രിയെ അത്യാധുനിക നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനായുള്ള വൻകിട പദ്ധതി നടന്നുവരുന്നു. ഏകദേശം 58.62 കോടി രൂപയാണ് ഇതിനായി അനുവദിച്ചത്. പുതിയ അക്കാദമിക് മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കുകളുടെ നിർമ്മാണം, അത്യാധുനിക സർജിക്കൽ ഉപകരണങ്ങൾ, വാർഡുകളുടെ നവീകരണം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി മണ്ഡലത്തിലെ പ്രധാന സ്കൂളുകൾക്ക് പുതിയ കെട്ടിടങ്ങളും ലാബുകളും നിർമ്മിക്കുന്നുണ്ട്. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കണ്ണൂരിന് 5 കോടി രൂപയാണ് അനുവദിച്ചത്. മറ്റ് സ്കൂളുകൾക്ക് 3 കോടി രൂപ വീതവും അനുവദിച്ചു. നഗരത്തിലെ ഗതാഗത കുരുക്കൊഴിവാക്കാനുള്ള പദ്ധതികൾക്ക് മുൻഗണന നൽകിയുള്ള പ്രവർത്തനങ്ങളും നടന്നുവരുന്നു. കണ്ണൂർ ടൗണിലെ തിരക്ക് കുറയ്ക്കുന്നതിനായി നിർമ്മിക്കുന്ന ലിങ്ക് റോഡുകൾക്കും സ്ഥലമേറ്റെടുപ്പിനും തുക അനുവദിച്ചു. കണ്ണൂർ നഗരത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും കായിക പ്രതിഭകൾക്കായി സ്റ്റേഡിയം നവീകരിക്കുന്നതിന് തുക അനുവദിച്ചത് കായിക മേഖലയ്ക്ക് മുതൽക്കൂട്ടായി. ആധുനിക സ്പോർട്സ് ഹബ്ബിന് 16 കോടി രൂപയും അനുവദിച്ചു. മണ്ഡലത്തിലെ തീരദേശ മേഖലകളായ തോട്ടട, കിഴുന്ന ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന പാതയുടെ നവീകരണത്തിനായി വലിയ തുക മാറ്റിവെച്ചിട്ടുണ്ട്. മയ്യിൽ കണ്ണൂർ റോഡ് BM&BC നിലവാരത്തിൽ നവീകരിക്കുന്നതിനുള്ള പദ്ധതികൾ നടക്കുന്നു. വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി കോട്ടയുടെ പരിസരത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന പദ്ധതികളും അറയ്ക്കൽ മ്യൂസിയം നവീകരണവും സാംസ്കാരിക പൈതൃകം കാത്തുസൂക്ഷിക്കുന്നതാണ്. കണ്ണൂർ വിമാനത്താവളത്തിലേക്കുള്ള പ്രധാന റോഡുകളുടെ നവീകരണത്തിനായും വലിയൊരു വിഹിതം അനുവദിച്ചിട്ടുണ്ട്. ഇതിന്റെ പ്രയോജനം കണ്ണൂർ മണ്ഡലത്തിനും ലഭിക്കുന്നു എന്നത് എടുത്തു പറയേണ്ടതാണ്. കിബിയുടെ സഹായങ്ങൾ, നേതൃത്വം, അത് പ്രാവർത്തികമാക്കാൻ കാണിച്ചിട്ടുള്ള ഭരണനിർവഹണ ശുഷ്കാന്തി, ഇതെല്ലാം കൂടി ബോധ്യമായതോടുകൂടി കിഫ്ബി എല്ലാവർക്കും കിഫ്ബി സഹായങ്ങൾ ആവശ്യമായി വന്നിരിക്കുകയാണ്. ഭരണകക്ഷി പ്രതിപക്ഷ ഭേദമില്ലാതെ അത്തരം കാര്യങ്ങളെക്കുറിച്ച് നിയമസഭാ വേദിയിൽ വെച്ച് തന്നെ ചർച്ചകളൊക്കെ നടത്തിയപ്പോൾ എല്ലാവർക്കും അത് ആവശ്യമായിട്ടുണ്ട്. ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന വ്യത്യസ്തമായ ഒരു സമീപനങ്ങൾക്ക് അപ്പുറം ഇതാണ് കിബിയുടെ സഹായ സഹകരണങ്ങളുടെ ലഭ്യതയും അതിൻ്റെ പ്രയോജനക്ഷമതയും ഉപയോഗക്ഷമതയും വളരെ കൃത്യമായി നിർവഹിക്കാൻ ഒരു ഭരണ സംവിധാനത്തിന് കഴിയുമെന്ന് തെളിയിച്ചിട്ടുള്ളതാണ് കേരളത്തിലെ ശ്രീ പിണറായി വിജയൻ നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ്.
ഉദിക്കുന്ന കേരളത്തിനൊപ്പം ഒരേ താളത്തിലാണ് കണ്ണൂർ മുന്നേറുന്നത്. വികസന വഴികളിൽ പുതുചരിതം രചിച്ച് മുന്നേറുന്ന കണ്ണൂർ കാഴ്ചകൾ മനം കുളിർപ്പിക്കുകയാണ്.